കയ്യിൽ സാധാരണ പണം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാകുന്ന പണം ആരെങ്കിലും കൊടുത്തത് അവര് വീട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതിന്റെ ഭാഗിയായിട്ടൊരു കുടുക്കയിലിട്ട് വെക്കുന്നു. പലതരത്തിലുള്ള കുടുക്കയുണ്ട്. പക്ഷെ അതവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണല്ലോ. അത് മാത്രമാണ് സമ്പാദ്യമായിട്ടുള്ളത്. കണ്ടു. എന്നിട്ട് ബാക്കി പറയുന്ന ഡയലോഗുകളെല്ലാം ശ്രദ്ധിച്ച് കേട്ടായിരുന്നു? കേട്ടു. അപ്പൊ അതിനകത്ത് എത്രയോ തരം കുടുക്കകളെ കുറിച്ച് പറയുകയുണ്ടായി അല്ലേ? അല്ലേ? അത് കേട്ടില്ലേ? കുടുക്കകൾ പലതരം ഉണ്ട് എന്നുള്ളത് പുള്ളി പറയുന്നത് കേട്ടില്ലേ? കേട്ടു. അങ്ങനെയാണെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമായിരുന്നു അത്? പിണറായി വിജയൻ സാർ. സൂപ്പർ, കറക്റ്റ് ആൻസർ. ആരാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്? നമുക്ക് ഗെയിം നോക്കിയിട്ട് തീരുമാനിച്ചാലോ? അല്ലേ നല്ലത്? മീനാക്ഷി, ആർക്ക് വേണോ വന്ന് എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ. ഇവിടെ കുറെ കപ്സിൽ സ്ട്രോസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? ഓരോ സ്ട്രോയിലേക്കും കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. എളുപ്പമുള്ള ടാസ്ക് അല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഓക്കെ, ആരാ പോന്നെ? ശരശ്മിയോ ഗൗരിയോ? ഈ ചെറിയ ടാസ്ക് ഗൗരി ചെയ്യട്ടെന്നായിരിക്കും ശരശ്മി പറഞ്ഞത് അല്ലേ? ഗൗരി റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടി വരൂ ഗൗരി, ഓടി വരൂ, ഓടി വരൂ. യെസ്, ഇവിടെ ദിസ് സൈഡ്. ഓക്കെ, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടാസ്ക് ആണ്. ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, 1 2 3 4 5 കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞു. മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. 1 2 10 സെക്കൻഡ്. 9 8 7 6 5. സമയമുണ്ട്. അപ്പോ എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, ഇത് വാട്ടർ ഹീറ്റർ സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലാരും ഇപ്പൊ വാട്ടർ ഹീറ്റർ എടുക്കുന്നുണ്ട്. മഴ വരുന്നത് കൊണ്ടാണ്. അപ്പോ ഒരു വാട്ടർ ഹീറ്റർ, പിട്ടാപ്പള്ളി ഏജൻസി നൽകുന്ന വാട്ടർ ഹീറ്റർ, ഒരു മിക്സി, ഒപ്പം ഒരു ഫാൻ. ലീഫ് എടുത്തില്ല, ലീഫ് വേറെ തരാം കേട്ടോ. ആര് ലീഫ് എടുക്കാറില്ല, എന്താണെന്നറിയില്ല. നിസ്സാരമായിട്ട് കളിച്ചു കേട്ടോ മീനാക്ഷി. ആ ഗെയിം മിക്കവാറും തട്ടിക്കളയും. അപ്പോ കലകനായിട്ട് കളിച്ചു, അഭിമാനമല്ലേ അല്ലേ? അപ്പോ നേരെ അടുത്ത റൗണ്ടിലോട്ട് കടക്കാനുള്ള സമയമായി. ഈ റൗണ്ടിനകത്ത് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ഗെയിം കളിച്ചതുകൊണ്ട് നഷ്ടം വന്നത് ആർക്കാ? നമ്മുടെ ഓഡിയൻസ്. എന്താ ചെയ്യല്ലേ? ശരി, ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനം എടുക്കാനുള്ള അവസരം തരാം. ഓക്കെ? നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ ശബ്ദമാണല്ലോ ഇപ്പൊ കേട്ടത്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? മൈക്കെടുത്ത് ഉത്തരം പറയാം. പറയൂ മാഡം, പറയൂ. ധർമ്മടം. അതെന്താണ് ഇത്രയും സംശയം? ധർമ്മടം ശരിയാണ് ഉത്തരം. മൈക്കെടുത്തേക്ക് വരൂ. വെൽക്കം. മാഡം എന്ത് ചെയ്യുന്നു ഇവിടെ? പ്ലസ് 2 അധ്യാപികയാണ്, എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. അപ്പോ 10 സെക്കൻഡ് സമയം. എടുക്കാവുന്ന അത്രയും ഗ്രീൻ റിബൺ കെട്ടിയ സാധനങ്ങൾ എടുക്കാം. ഗ്രീൻ, റെഡ് അല്ല, ഗ്രീൻ. ഓക്കെ, മാഡത്തിന്റെ പേര് ചോദിക്കാൻ പറ്റുമോ? സാർ, എന്റെ പേര് എൽബി ടിവറി. എവിടെയാണ് മാഡത്തിന്റെ വീട്? കോലഞ്ചേരി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞാൻ മൈക്ക് എടുക്കാം. ഓടൂ, വാരൂ, നേടൂ, ഗോ. വിചാരിച്ച സാധനം തലയിരുന്നു. ഇന്ന് നിലവറയ്ക്കകത്ത് ജീവിക്കാറുണ്ട് മീനാക്ഷിയുടെ കൂടെ. ഇനി സ്കൂളിലെ കാര്യം പഠിപ്പിക്കും. റിസ്ക് ആണ് കേട്ടോ. എക്കണോമിക്സ് ആണെന്ന് പറഞ്ഞിട്ട് എക്കണോമിക്കലായിട്ടല്ല ടൈം. അപ്പൊ കിട്ടിയത് ഒരു നോൺ സ്റ്റിക് കാസറോൾ. ഹോസ്റ്റലല്ലോ, വീട്ടിൽ തന്നെ. അപ്പൊ എന്തായാലും തറ ഉടയ്ക്കാനായിട്ട് ഈ മോപ്പ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. സ്പിൻ മോപ്പ് 360 നോക്കി എടുത്തോന്ന് തോന്നുന്നല്ലേ? കൺഗ്രാജുലേഷൻസ് മാം, കൺഗ്രാജുലേഷൻസ് കേട്ടോ.